ഈ സാജൻ സ്കറിയ കേസിൽ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ ഇന്നലെ ആരോടെ പറഞ്ഞു, ഈ ശ്രീജിത്തിനോട് പരാതി ഈ മരമുറി കേസിൽ കൊടുപ്പിച്ചത് ഞാനാ. സാജൻ സ്കറിയ ഇത്ര വലിയ ഒരു രാജ്യദ്രോഹി, ഒരു മതവിരോധി, ഒരു വർഗീയവാദി, ഈ മനുഷ്യരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയവൻ, പാർട്ടിയെ അടിവേര് വെട്ടിയാൻ ശ്രമിച്ചവൻ, ആ പാവം കൊടിയേരി സഖാവ് മരിച്ചുപോയി. ആ മകൻ 1.5 വർഷമല്ലേ ജയിലിൽ കിടന്ന്, നിങ്ങളാരെയും അന്വേഷിച്ചു? ആ കേസ് എഴുതി തള്ളി. അങ്ങനെ സംഭവമില്ല. മുഖ്യമന്ത്രി, കുടുംബം, മക്കള്, മരുമക്കള്, പാർട്ടി സെക്രട്ടറി, മന്ത്രിമാർ ഈ ഗവൺമെന്റിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ഈ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ 10,000-കണക്കിന് വീഡിയോകൾ ചെയ്തവൻ. അതെല്ലാം കഴിഞ്ഞൊരു വയർലെസ് ചോർത്തിയ കേസ് എത്രമാത്രം സീരിയസ് ആണെന്ന് അറിയാലോ. ആ കേസിലാണ് ഞാൻ ഈ ചങ്ങാതിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനെ സഹായിക്കുന്നതെന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ ഞാൻ വെല്ലുവിളിച്ചല്ലോ, MR അജിത് കുമാറിന് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ ഈ 66F സൈബർ ടെററിസം അട്രാക്ട് ചെയ്യും ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പിന്നെ പോലീസിന് അത് എഴുതുന്ന പണിയാ. അതിനാണ് ഹൈക്കോടതിയിൽ ഈ ലീഗൽ അഡ്വൈസേഴ്സിനെ ഗവൺമെന്റ് വെക്കുന്നത്. ഈ നിമിഷം വരെ ചെയ്തോ? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ക്രൈംബ്രാഞ്ച്, പലരും പോവും ഇന്ന കേസ്, ഇടവണ്ണ കേസ്, മാമി കേസ്, നാട്ടിലെ പല കേസുകളും അന്വേഷിച്ചിട്ട് അതിന് നടപടിയില്ല പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കണ്ട പാവപ്പെട്ട മുഖ്യമന്ത്രി അത് സീരിയസ് ആയിട്ട് എടുത്ത് ക്രൈംബ്രാഞ്ചിന് വിടും. ഈ ചങ്ങാതി എന്താ ചെയ്യാറ്? നിങ്ങൾക്ക് തെറ്റി, എനിക്ക് പോലും തെറ്റിദ്ധാരണുണ്ടായിരുന്നു. ഒരു ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട്. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് പറഞ്ഞാൽ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ബോഡീസിന്റെ കീഴിൽ തന്നെ, ഈ അജിത് കുമാറിന്റെ കീഴിലാണ്. ഏത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ പറഞ്ഞാലും അദ്ദേഹം അങ്ങോട്ടാ വിടുക. സ്റ്റേറ്റ് പോലീസ് എങ്ങനെയാണ് അന്വേഷിച്ചത് അത് തന്നെ. അങ്ങനെ ഈ കേസ് പോലും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാണ് വിട്ടത്. അതും കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്. അന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്രയും വലിയൊരു ദേശദ്രോഹിയെ ഒരുത്തന് സഹായിക്കാൻ കഴിയണമെങ്കിൽ അവനേക്കാളും വലിയ ദേശദ്രോഹിയായിരിക്കും ഈ MR അജിത് കുമാർ എന്ന എൻ്റെ ബോധ്യം. കഴിഞ്ഞ 8-9 മാസമായി ഇവരെ പിന്നാലെ, അവരെ വിചാരം അവരിൻ്റെ പിന്നാലെയാണ്. അവരിൻ്റെ പിന്നാലെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവരെ പിന്നാലെ തന്നെയാണ്. ഇതുകൊണ്ടൊന്നും ഇത് തീരൂല. നല്ല പണം ഞാൻ തന്നെ ചെലവാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എടുക്കാൻ. പോലീസിനെ സഹായിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ഈ വിഷയത്തിൽ. അവരെയൊക്കെ ചിലരെയൊക്കെ വില കൊടുത്ത് എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ അവസാനിക്കില്ല. അപ്പോ വീണ്ടും നയം വ്യക്തമാക്കുകയാണ്. ജീവനുണ്ടെങ്കിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകും. ഇവനെ ഒന്നും നടപടി സ്വീകരിക്കാൻ പരാതി കൊടുത്തോ അഭ്യർത്ഥിച്ചെന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട്. ഇവനൊന്നും പരാതിയല്ല, ഇവനൊക്കെ ജയിലിലേക്കാ, സെൻട്രൽ ജയിലിലേക്ക്. അപ്പോൾ നമുക്കിനി ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ ഏറ്റവും എന്താ പറയുക കാവൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അവാർഡുകൾ വാരിക്കൂട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട, ഇതിന് എങ്ങനെ അഭിവാദ്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, സുജിത് ദാസ് ചേട്ടൻ. എവിടെയാ ഇപ്പൊ സുജിത് ദാസ്? എവിടെയാ? അതെ, ഇപ്പൊ എവിടെയാ? ലീവ്. എന്തിനാ പോയത്? അല്ല, എന്തിനാ ലീവ് പോയത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലീവ് പോയത് ഇപ്പൊ ഈ തെളിവ് കൽപ്പിക്കാൻ ഓടുക. മനസ്സിലായോ? ഇപ്പൊ ഞാനീ പറഞ്ഞതിന്റെ ബാക്കി പത്രത്തിന്റെ അതിൻ്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തേക്ക് പോവാ. എന്താ പറയുക ചോദിച്ചല്ലോ. വാർത്തയല്ലേ, എന്തെങ്കിലും റെക്കോർഡുണ്ടോ? നിങ്ങൾ ഈ പേട്ടൻ അങ്ങനെ വല്ല തീരുമാനം എടുത്തതായിട്ട് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടേക്ക് വാർത്ത ഇപ്പൊ നമ്മൾ തമ്മിൽ കൊടുക്കുന്ന സംഗതിയല്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലാണ് പെടുത്തി, പി ശശിയുടെ നേരിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അല്ല, അത് പാർട്ടി ആലോചിക്കട്ടെ. നമ്മളങ്ങനെ പാർട്ടി അറിയിച്ചുകൊണ്ടിരിക്കല്ലേ. അന്ന് ഞാൻ പോയി പറഞ്ഞാൽ ഇവിടെ എന്താ അടിസ്ഥാനം, MLA ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും, ആൾക്കാർ പലതും പറയും അല്ലേ.
സ്വാഭാവികം ഞാനാണെങ്കിൽ അത് പറയാം. അല്ല, അതൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന്. പാർട്ടി നല്ലൊരു സംവിധാനം ഈ നാട്ടിലില്ലേ? ഈ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈസ് എ പാർട്ട് ഓഫ് പാർട്ടി. ഈസ് എ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഓഫ് ദ CPM. ഒരേ സമയത്ത് രണ്ട് കാര്യം പാർട്ടി സെക്രട്ടറിയോടും പാർട്ടി ലീഡറോടും പറയുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇസ് എ വൺ പേഴ്സൺ. എന്റെ അമ്മച്ചി എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഈ ശശിയുടെ അറിവോട് കൂടിയിട്ടാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല. അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഈ പറയുന്ന ക്രിമിനലിസം അതിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ളവർ അന്വേഷിക്കട്ടെ. തന്നെ മോശമാകുന്ന ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് മൗനം പാലിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഈ ഇടതുപക്ഷം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ആ രീതിയിൽ താങ്കൾ ഒരു ഗൗരവമായിട്ട് അറിയിക്കേണ്ടതല്ലേ? അല്ല, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പാർട്ടി ഇപ്പോഴല്ലേ അതൊക്കെ അറിയുന്നത്. ഇപ്പൊ ഈ പോകുമ്പോഴേ അറിയുന്നത് ഇത്തരം കാര്യം. ഞാൻ ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. അത് പി ശശി ഇതിലൊരു നടപടിയും സ്വീകരിച്ചില്ല. അദ്ദേഹമാണ് സത്യത്തിൽ ഈ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ സംഗതികൾ, ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ദയനീയമായ കേസന്വേഷണത്തിന്റെ പരാജയത്തിന്റെ പരാതികൾ, ഇതൊക്കെ അന്വേഷിക്കാൻ അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ സെക്രട്ടറി? ഈ ഷുഡ് അനലൈസ് ദ പൊളിറ്റിക്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള ആൻഡ് ഹി ഹാസ് റിപ്പോർട്ട് ടു CM ആൻഡ് ദ പാർട്ടി. അയാൾ ഉത്തരവാദിത്തല്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ പ്രശ്നം. അതെനിക്കറിയില്ല. വെടികൊണ്ട് മരിക്കാൻ തയ്യാറുള്ള MLA എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ലേ. മനസ്സിലായില്ലേ? അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും ശേഷിയുടെ പ്രശ്നമാണ്. മനസ്സിലായി? ഇത് ചെറിയ കാര്യമില്ലല്ലോ. ഈ ഭരണം പോകും, ഇവരിൽ ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ഇവർക്ക് എന്ത് കള്ളക്കേസ് കൊടുത്തത്? ഞാൻ ഇതിലേക്ക് തന്നെ ഇറങ്ങുമ്പോൾ ആലോചിച്ചു. മറ്റേ ചങ്ങാതി പറയുന്നത് നമ്മൾ കേട്ടല്ലോ, 25 കൊല്ലം എനിക്ക് സർവീസ് ഉണ്ട്, വിനീത വിധേയനായിട്ട് നിൽക്കും. നല്ല ലാഭല്ല കച്ചവടമല്ലേ? ഇപ്പുറത്തേക്ക് ഈ ലെവലിൽ ഇറങ്ങിയാൽ എന്താ സ്ഥിതി? ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും. അല്ല, എൻ്റെ ആയുസ് പടച്ചോന്ന് നിശ്ചയിക്കപ്പെട്ടതാണ്. മരണം നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് ആ മരണത്തിലേക്ക് നിങ്ങൾ നടന്നടുക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ഞാൻ മരണത്തിന് ഭയപ്പെടുന്നേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. എൻ്റെ എന്നോട് പറഞ്ഞത് ഈ നാട് ഈ കോലത്തിലാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. അധികാരം എന്ന് പറഞ്ഞതിന് ഒരുപാട് ഐ ഹാവ് ടു ആൻസർ ടു മൈ ഗോഡ്. അപ്പോൾ എൻ്റെ മനസാക്ഷി എന്നെ തള്ളുകയാണ്, പറയൂ എന്ന് പറഞ്ഞിട്ട്.